ഇവിടന്നൊക്കെ എന്തൊക്കെയോ വേറൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് എട്ടടങ്ങാഴി വെള്ളത്തിൽ മരുന്നിട്ട് വെട്ടി തിളപ്പിച്ച് രണ്ടടങ്ങാഴി ആക്കി ആറ്റി കുറുക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ച കഷായ അത് അറിയോ? എടാ അതിപ്പോ കള്ളും കുപ്പിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കഷായാന്ന് ഞാൻ എങ്ങനെ അറിയും? നിങ്ങൾ കുപ്പി എന്തിനാ നോക്കണേ? അതെന്താ സാധനം നോക്കണ്ടേ? എന്നിട്ട് വേണ്ടി ചെപ്പം പൊട്ടിച്ച് കളയാനായിട്ട് ഒരു കുപ്പി കിട്ടാണ്ട് അയാൾ കിടന്ന് കഷ്ടപ്പെട്ടു. പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇതാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പ്ലാസ്റ്റിക് കുപ്പി ഇഷ്ടം പോലെ അവിടെ നിൽക്കുന്നുണ്ട്. അവസാനം അയാൾ വീട്ടിലൊക്കെ പോയി തപ്പിയപ്പോ എന്താ അയാളുടെ മകള് എന്തൊക്കെ ഈ വരയ്ക്കണ ഡിസൈൻ ബോട്ടിൽ ആർട്ടാണോ കപ്പിലാർട്ടാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തോ ഇതിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ച കുപ്പിയാന്ന് പറഞ്ഞിട്ട് അതൊന്നൊരു കുപ്പി എടുത്ത് അയാൾ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലാക്കി തന്നതാ. അതാണ് അപ്പൊ പൊട്ടിച്ച് കളഞ്ഞത്. ഇനി ആ കുപ്പി എങ്ങാനും എറിഞ്ഞു പൊട്ടിച്ചൊന്ന് അയാൾ അറിഞ്ഞാൽ എന്റെ നടു അയാൾ ചവിട്ടി പിടിക്കും. എന്നിട്ട് എനിക്കുള്ള കഷായം ഉണ്ടാക്കും. എടാ ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യാൻ? നടുവേനെ കൊണ്ട് നടന്നോ? അയ്യോ കുറെ കാര്യങ്ങൾ കാണിച്ചു വെച്ചേക്കണത്. എന്റെ ദൈവം, എനിക്ക് ആലോചിക്കാൻ വയ്യ. എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം ആലോചിച്ചു. സോറിടാ. അതെ, ആ രാമായണം എവിടെ വെച്ചെന്ന് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറയോ? അത് ഞാൻ എവിടെ കണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് എടുത്തു തരാടാ. മുങ്ങിയതാ. എന്നാലും അത് നശിപ്പിച്ചു കളഞ്ഞല്ലോ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ രാമ 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 ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രേ ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. എന്താ എഴുതാ മോളെ? ഇത് കേബിൾ ഓഫീസിലെ കണക്കാച്ചാ. എന്നിട്ട് എങ്ങനെയുണ്ട്? നഷ്ടാ. ആ ലാഭം വരും. നേരട്ടെ. അവളെ മനോഹരം മോളെ കാണാൻ വന്നേക്കുന്നു. അയ്യോ, എന്തേലും പ്രശ്നം കൊണ്ടായിരിക്കാം വരവ്. കാണുമല്ലോ. വാ വന്ന് നോക്ക്. ആ ഞാൻ എന്താ വരുന്നു. വാ വരുന്നു. മാമ ഉണ്ടായിരുന്നോ? ഞാൻ മനോഹരം കണ്ടപ്പോ ഇവിടെ നിന്നതാ. അതെ, ആകെ മൊത്തം പ്രശ്നമാണ്. എന്ത് പ്രശ്നം ഇനി? ആ തമ്പിയണ്ണ ചൊറയാണ്, ആകെ കുഴപ്പത്തിലാണ്. എന്താ കാര്യം വെച്ചാ പറ മനോഹരേട്ടാ. നമ്മളെ ജംഗ്ഷൻ ബോക്സ് നോക്കാൻ വേണ്ടി ഈ തമ്പിയണ്ണന്റെ പറമ്പിലേക്ക് പോയി. അപ്പൊ അയാള് പറയുന്നത് എല്ലാ മാസവും 500 രൂപയും കൂടെ കൊടുക്കണമെന്ന്. നമ്മ 5000 രൂപ കൊടുത്തതിന് പുറമെ. എടാ എന്ത് തോന്നിയ മാസം അയാളീ കാണിക്കുന്നത്? എന്താ ചെയ്യല്? അയാള് ചോദിച്ച പൈസയെല്ലാം നമ്മള് കൊടുത്തല്ലേ, പിന്നെ ഇതിപ്പോ എന്തുവാ? അയാള് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങള്. കച്ചറയാണ്, നമുക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല. പിള്ളേരെ വെക്കണോ? പിള്ളേര് വന്ന ഈ പ്രശ്നം മണി പോലെ പരിഹരിക്കട്ടോ അച്ഛാ. ബുദ്ധി കൊണ്ട് നേടാൻ പറ്റാത്ത പലതും ശക്തി കൊണ്ട് നേടാൻ പറ്റും കേട്ടോ. അതൊന്നും വേണ്ടടാ. ഇതേ വളരെ ആലോചിച്ച് കണ്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അച്ഛാ, അച്ഛനും കൂടെ വാ. മോൾ ആലോചിച്ച് കണ്ട് തീരുമാനിക്കേണ്ട പ്രശ്നമാണെന്ന് അച്ഛനീ പറഞ്ഞത്. ഇങ്ങനെയാണ് ഇതെല്ലാം കൂടെ വിട്ടിട്ട് ഞാൻ ഇവിടെ അങ്ങ് പോകൂട്ടോ. ഇവിടെ ആണുങ്ങാരെ കൊണ്ടാ ആ പ്രശ്നം പോയി പരിഹരിക്കണം. അന്തട പെണ്ണുങ്ങൾ വന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റത്തില്ലയോ? പറ്റും. ഷാഹിന വരും. ഷാഹിന ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിരിക്കും. അച്ഛാ, ഒരച്ഛനുമില്ല. മോൾ ആലോചിച്ച് ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരം ഉണ്ടാക്ക്. അതന്നെ. അതെ.
ഇങ്ങനെ ആലോചിച്ച് കണക്ക് കൂട്ടി ഇരിക്കാതെ ഒന്ന് കാര്യം പറയോ? അച്ഛനെ പോലെ നാടകം ചെയ്യുന്നു. ഇതെന്താണിത്? മനുഷ്യരെ കാല് കഴിക്കുന്ന കുട്ടിയോ? കാല് കഴിക്കുന്നെങ്കിൽ ഇവിടെ ഇരിക്കും മാമ. നീ അത് തീർക്ക്. ഇവിടെ ഇരിക്കാനാ ഞാൻ വന്നത്. ആദ്യം നിങ്ങൾ എന്നെ ഒന്ന് ശല്യപ്പെടുത്താതിരിക്കുക, എന്നാലേ എനിക്കിതൊക്കെ തീർക്കാൻ പറ്റുള്ളൂ. നന്ദിനി രമണി ആടക്കിടന്ന് കരച്ചു തുടങ്ങി ഉണ്ടാക്കി കിട്ടാനായിട്ട്. അതെ മാമ, ഞാനിത് തീർത്തിട്ട് കാര്യം പറയണോ അതോ എണീറ്റ് പോണോ? നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി സമയം തരും പോരെ? മിനിറ്റ്. കണക്ക് കൂട്ടാനൊക്കെ അറിയോ? ഒന്നും മിണ്ടാതിരിക്കോ? മിണ്ടാണ്ടിക്കല്ലേ പറയുന്നത്. അതന്നെ. ആ അപ്പൊ അങ്ങനെയാണ് കണക്ക്. ഓ എന്തോ തീരുമാനമായി തോന്നുന്നുണ്ട്. മനോഹരേട്ടാ, ആ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയണം. കൃത്യമായി സത്യസന്ധമായിട്ട് പറയും. സത്യം മാത്രമേ ബോധിക്കൂ. ആ അതായത് ഈ പട്ടാളം തമ്പിയുടെ വീട്ടിലല്ലാതെ വേറെ എവിടെ ബോക്സ് വെക്കാനാ നമുക്ക് സൗകര്യം? ബാലേട്ടന്റെ വീട്ടില്. പിന്നെന്താ ബാലേട്ടന്റെ വീട്ടിൽ വെക്കാത്തെ? ആ അത് പക്ഷെ ഈ ബാലേട്ടൻ ഈ കണക്ഷൻ ഫ്രീ ആയിട്ട് വേണമെന്ന് പറഞ്ഞു. തമ്പി പറഞ്ഞൊക്കെ പകുതി മതി. പകുതി പൈസ തരും. അത് ലാഭമല്ലേ? അപ്പൊ അത്രയും. അപ്പോഴേ ഈ പട്ടാളം തമ്പിയുടെ അവിടെ നമ്മൾ ബോക്സ് എടുത്ത് മാറ്റി എന്താ സംഭവിക്കുക? അവിടെ പിന്നെ ബോക്സ് ഉണ്ടാവില്ല. ആ 10-40 കുടുംബങ്ങൾക്ക് കണക്ഷൻ കിട്ടൂല. മര്യാദക്ക് കണക്ഷൻ കിട്ടൂല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഇതിൽ നഷ്ടമുണ്ടോ? നഷ്ടം തന്നെയല്ലേ. കറക്റ്റ് പൈസ തരുന്ന ടീമാണ്. അത് ഇല്ലാണ്ടായാലും വരുമാനം കുറയും. അത് എത്ര വരുമാനം ഉണ്ടാവും? അത് വരുമാനം കൃത്യമായിട്ട് പറഞ്ഞാലേ പക്ഷെ കണക്കൂട്ടിട്ട് എനിക്ക് പറയണമെങ്കിൽ നിങ്ങൾ കണക്കൂട്ടി ഞാൻ പറയാം. കണക്കൊക്കെ ഞാൻ പിന്നെ കൂട്ടിക്കോളും. ആ ഇപ്പോഴത്തെ അവസ്ഥയിലെ പട്ടാളം തമ്പിയുടെ വീട്ടിലാണോ ബാലേട്ടന്റെ വീട്ടിലാണോ നമ്മൾ ഈ ബോക്സ് വെക്കുന്നത് നല്ലത്? ഇപ്പോഴത്തെ അവസ്ഥയിൽ ബാലേട്ടന്റെ വീട്ടിൽ വെക്കുന്നത് നല്ലത്. അങ്ങനെയാണെങ്കിലേ നമുക്ക് ബാലേട്ടനോടൊന്ന് പോയി സംസാരിച്ചാലോ? അത് നല്ല കാര്യ. നല്ല കാര്യല്ലേ? അതെ. പട്ടാളം തമ്പിയുടെ വീട്ടിലാണെങ്കിൽ അവര് നമ്മളോട് 5000 രൂപ വാങ്ങിക്കുകയും ചെയ്തു. പോരാത്തതിന് വാടകയായിട്ട് 500 രൂപ ചോദിക്കുന്നുണ്ട്. ഇല്ലേ? ബാലേട്ടൻ എന്താ നമ്മൾ എടുത്ത് വെച്ചേ? ബാലേട്ടന് ഒരു കണക്ഷൻ ഫ്രീ. ഓരോ വീട്ടിലെ പൈസ മേടിക്കണ്ട. ഒരു കണക്ഷൻ ഫ്രീ. അതെ. അപ്പൊ ഇതിലേതാ നമുക്ക് ലാഭം? ലാഭം നമുക്ക് ബാലേട്ടന്റെ വീട്ടിൽ വെക്കുന്നല്ലേ? ബാലേട്ടൻ അല്ലേ? അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ബാലേട്ടനോട് പോയി സംസാരിക്കാം. എന്നാ വൈകണ്ട, ഇപ്പം തന്നെ പോവാ. അയ്യോ, മാമ വരണ്ട, അത് ഞങ്ങൾ പോയി സംസാരിച്ചോളാം. ഞാൻ വരണ്ടേ? വരണ്ട, ഇല്ലതും കൂടി ഇല്ലാണ്ടാവും. അടുത്ത പ്രശ്നം ഉണ്ടായിട്ടേ മേലി വേദനിക്കുമ്പോ എന്നെ വിളിക്കിട്ടോ. ആ ഞാൻ കാണിച്ചുതരാം. ഞാൻ പോയിട്ട് അപ്പുണ്ണീനെ കാണട്ടെ. ആർക്കേ മനോഹരേട്ടാ, മനോഹരേട്ടൻ അങ്ങോട്ട് ചെല്ലും, ഞാൻ ഇപ്പൊ വരാം. അതെ, അമ്പടി മുതലാളി ഇടക്കിടക്ക് പൊറോട്ടയും ബീഫെല്ലാം മേടിച്ചു തരും. ഞാനും വാങ്ങിച്ചു തരും. പൈസ കിട്ടട്ടെ. ചെല്ല്. ബാലേട്ടൻ ഷാഹിന, ഒന്ന് അവിടെ നിന്നേ. എന്താ അമ്മ? നീ ഇതെവിടെ പോവാ? അമ്മേ, കേബിളിന്റെ ഒരു ആവശ്യത്തിന് ഒരാളെ കാണാനുണ്ട്. ഇവിടെ സാമ്പാറിന് കഷ്ണം അരിയാനുണ്ട്, അത് അരിഞ്ഞു തന്നിട്ട് പോ. അതമ്മേ, മനോഹരേട്ടൻ വെയിറ്റ് ചെയ്യാം. ഞാൻ വന്നിട്ട് ചെയ്താ പോരെ? അപ്പൊ അതുവരെ ഇവിടെ ആർക്കും ഒന്നും കഴിക്കണ്ടേ? അയ്യോ, അങ്ങനെയല്ല. അമ്മ തൽക്കാലം ചെയ്യുകയാണെങ്കിൽ ഞാൻ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താളാം. എന്തൊരു കഷ്ടമാണിത്. അമ്മ ഒരു അത്യാവശ്യക്കാരായി പോയി, അതുകൊണ്ടാ. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അത്യാവശ്യമല്ല അല്ലേ? ആഹാ, മോള് ഇങ്ങനെ പോയില്ലേ? ഇതാ ഇറങ്ങാൻ പോവാച്ചാ. അപ്പൊ അമ്മ പറഞ്ഞു സാമ്പാറിന് അരിഞ്ഞിട്ട് പോയാ മതിന്ന്. ഓ, അപ്പൊ ഫെമിനിസ്റ്റ് മോളും കൂടെ ചേർന്നുള്ള പരിപാടിയായിരുന്നു അല്ലേ? എടി, ആ കേബിൾ എന്തോ തകരാറായി കിടക്കുന്നത്, അതിന് നോക്കാൻ പോവുക. അങ്ങനെ പോയിട്ടില്ലേ കഴിഞ്ഞ ദിവസം 5000 രൂപ ആർക്കാണ്ട് എടുത്തു കൊടുത്തത്? അമ്മേ, എങ്ങൊന്നും പറയില്ലേ. ഞാൻ പറയുന്നതാണോ കുഴപ്പം? നിനക്ക് അങ്ങ് ഒരുങ്ങി കെട്ടി പോയ ഇവിടെ ആരാ പണിയെടുക്കാനുള്ളത്? എന്നെ കൊണ്ട് വയ്യെന്നേ. അപ്പൊ ഉമ്മ ഇവിടെല്ലേ? ഉമ്മയോട് ഞാൻ പറയാം സഹായിക്കാൻ. അത് ശരി. അപ്പൊ വയസ്സായ ഞങ്ങളിട്ട് കഷ്ടപ്പെടുത്താനാ നിന്റെ പരിപാടി അല്ലേ? അമ്മ, ഞാൻ അങ്ങനെ അല്ല പറഞ്ഞേ. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് സാമ്പാറിന്റെ കഷ്ണം അരിഞ്ഞു കിട്ടണം. അത് കഴിഞ്ഞിട്ട് ആരാന്ന് വെച്ചാ എവിടെയാന്ന് വെച്ചാ പൊക്കോട്ടെ. അത് ഞാൻ ചെയ്തു തരാം. നിങ്ങളോ? എന്താ ഞാൻ അടിച്ചാല് ഇങ്ങോട്ട് പൊക്കോ. അമ്മ, ഞാൻ എന്നാ പൊക്കോട്ടെ. ഓ, ഇനിയിപ്പോ ഞാൻ പോണ്ടെന്ന് പറഞ്ഞാ നീ പോവാതിരിക്കോ? എവിടെയാന്ന് വെച്ചാ പൊക്കോ, എപ്പോഴാന്ന് വെച്ചാ വന്നോ. ഓ, മരുമോളെ രക്ഷിക്കാനായിട്ട് ഒരു രക്ഷണം വന്നേക്കുന്നു. നിങ്ങൾക്ക് ഇത് വല്ലതും അറിയാവോ? എന്തുവാ? അടുക്കളപ്പണി, സാമ്പാറിന് കഷ്ണം അരിയാൻ. നാടക ക്യാമ്പിൽ ഇത് മാത്രമായിരുന്നു എൻ്റെ പണി. ഇടയ്ക്കുള്ള ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് ഞാൻ അഭിനയിക്കാൻ ചെല്ലുന്നത്. പക്ഷെ വേറൊരു കുഴപ്പമുള്ളത്,
ഉള്ളി എരിയുമ്പോൾ എൻ്റെ കണ്ണി കൂടെ വെള്ളം വരത്തില്ല. അതെന്താ സീത അങ്ങനെ? ആളുകൾ തന്നെ ഉണ്ടല്ലോ. അതാണ് ബാലേട്ടൻ. ഇതാണ് ബാലേട്ടൻ. ബാലേട്ടന്റെ മോന്റെ കല്യാണം കഴിഞ്ഞല്ല. അപ്പം മരുമോക്കും പണിയുണ്ട്, മോനിയും പണിയുണ്ട്. ഇപ്പൊ പഠിക്കേണ്ട ആവശ്യമില്ല, സുഖം ജീവിതം അങ്ങനെ ആയിരിക്കണം. ഞാനും കല്യാണം കഴിക്കും. എന്റെ മക്കൾക്ക് വലിയ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയില്ല, പണിക്ക് പോവും. ഇനി അങ്ങോട്ട് വാ. ബാലേട്ടാ. മനോഹര, എന്താടാ കേബിളിന്റെ പൈസ കിട്ടിയില്ലേ? അതെല്ലാം കിട്ടിയല്ലോ. പിന്നെന്താ? ഇത് എന്റെ അമ്പിളി മുതലാളിന്റെ ഭാര്യ ഷാഹിന. അറിയോ? എല്ലാവർക്കും അറിയാം. പിന്നെ അമ്പിളി ഗൾഫിൽ പോയപ്പോ ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ല. അയ്യോ, അതില്ല, പെട്ടെന്നായിരുന്നു, ആരോടും പറയാൻ പറ്റിയില്ല, അതുകൊണ്ടാ. അതെ പറയട്ടാ, വിമാനത്തിലല്ലേ പോകുന്നത്, ബസ്സിലല്ലോ, പറയാൻ പറ്റില്ല പറയട്ടാ, പെട്ടെന്നല്ലേ പോകുന്നത് വരുന്നത്. പിന്നെ മോളാണ് ഇപ്പൊ കേബിൾ നോക്കി നടത്തുന്നത്. അതെ. പൈസ കൂടുന്ന കാര്യം പറയാൻ വന്നാണോ? അയ്യോ, പൈസ കൂട്ടുന്ന കാര്യം പറയാന്ന് വന്നല്ല. പിന്നെന്താ? വേറൊരു കാര്യ. പറഞ്ഞു. അത് ബാലേട്ടാ, ഈ കേബിളിന്റെ ജംഗ്ഷൻ ബോക്സ് ഇല്ലേ, അത് നിങ്ങളുടെ പറമ്പിലൊന്ന് വെക്കാൻ പറ്റുമോന്ന് ചോദിക്കാനായിരുന്നു. ജംഗ്ഷൻ ബോക്സ് എന്റെ പറമ്പില്? എടാ മനോഹര, നിന്റെ മുതലാളി ഇതേ കാര്യം പറഞ്ഞ് പണ്ടൊരിക്കൽ ഇവിടെ വന്നിട്ട് ഈ സാധനം കൊണ്ടുവന്ന് തമ്പിയുടെ വീട്ടിൽ കൊണ്ടുവച്ചു. അപ്പൊ ഞാൻ എന്തോ പറയണം? അത് പണ്ടല്ലേ ബാലേട്ടാ. ഇത് കുറച്ച് കുടുംബങ്ങൾ TV കാണുന്ന പരിപാടിയാ. സിനിമയും സീരിയലൊക്കെ കണ്ടോട്ട് പാവങ്ങളാ. ഒരു ക്ലിയർ ആവണം, ഇവിടെ വെച്ചാൽ നല്ല ക്ലാരിറ്റി കിട്ടും, അതുകൊണ്ടാ. തമ്പി നിങ്ങളെ പറ്റിച്ചല്ലേ, ഞാൻ അറിഞ്ഞായിരുന്നു. ബാലേട്ടാ, എന്തായാലും കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, എന്നാ പിന്നെ ആ ബോക്സ് ഇവിടെ വെച്ചോട്ടെ. എനിക്ക് നിങ്ങളെ സഹായിക്കണം എന്നുണ്ട്, പക്ഷെ സമ്മതിക്കുന്നില്ല. ആരായാലും ബാലേട്ടാ പറയാനോട്. ഞാൻ തന്നെ. എന്നാലേ സമ്മതിക്കാവോന്നൊന്ന് ചോദിക്കാവോ? ചോദിച്ചു നോക്കാം, പക്ഷേ ഉറപ്പില്ല. സമ്മതിക്കാൻ പറ്റുമോ? പറ്റൂല. ഇനിയിപ്പോ എന്തോ ചെയ്യും? എന്നാ ഞാൻ വേറൊരു കാര്യം പറയാം. അന്ന് അമ്പിളിക്കായിട്ട് ഒരു കരാറിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതുപോലെ ചെയ്ത ആ ബോക്സ് ഇവിടെ വെക്കാൻ സമ്മതിക്കുമെന്നൊന്ന് ചോദിച്ചോക്കോ. അത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് പണ്ടത്തെ കരാറില്ലേ, അതൊക്കെ പോയി. ഇപ്പൊ ഞാൻ എന്റെ കണ്ടീഷൻ ഒന്ന് മാറ്റി. ഇപ്പൊ എന്താ കണ്ടീഷൻ? ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ചാ, എനിക്കും എന്റെ അനിയനും വരിസംഖ്യ ഫ്രീ. 2 കണക്ഷൻ ഫ്രീയാ? എന്തെന്ന് ബാലേട്ടാ പറയുന്നത്? അത് നടക്കൂല ഷാഹിന. വന്നേ, നീ വന്നേ. നിക്ക്. എന്റെ മുതലാളി ഇങ്ങനെ ഉണ്ടായിട്ടാ, ഫ്രീ കൊടുക്കൂല. നീ വന്നേ. നിക്ക് മനോരേട്ടാ, അപ്പോ 2 പേരുടെ വരിസംഖ്യ ഫ്രീ ആക്കി തന്നാല് ബോക്സ് ഇവിടെ വെക്കാൻ പറ്റും. എത്ര എണ്ണം വേണമെങ്കിലും വെച്ചോ. വേറെ കണ്ടീഷൻസ് ഒന്നും ഇല്ലല്ലോ? ഒരു കണ്ടീഷനും ഇല്ല. എന്നാ 2 എണ്ണം ഫ്രീ ആക്കി തരാം. ശരി, ഞങ്ങളെ ബോക്സ് എടുത്തിട്ട് വരാം. എന്നാലേ ഓസിക്കുറ്റി ആസിഡും കൊടുക്കുന്ന ടീമാണ്. എടി മൈലാഞ്ചി, എടി വളപ്പൊട്ടെ, നീ എന്താ ഇവിടെ? അതുകൊണ്ട് നീ എന്താ ഇവിടെ? ഇത് എന്റെ വീടല്ലേ? ഇത് നിന്റെ വീടോ? ഇത് ഇവിടല്ലേ എന്നെ കെട്ടിച്ചോണ്ട് വന്നേ. അപ്പൊ നിന്റെ ഭർത്താവിന്റെ വീടാ? അതെ. മനോരേട്ട ഇതില് കൂട്ടുകാരാ. എന്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ചത് അരുന്ധതി. അയ്യോ, ഈ പഞ്ചായത്തിൽ എല്ലാവർക്കും നിന്നെ അറിയാം അല്ലേ? മനോരേട്ടാ, എന്താ എന്നെ കാണാൻ വന്നാണോ? അതിന് നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. പിന്നെ ഞാൻ വേറൊരു കാര്യത്തിന് വന്നതാ. എന്ത് കാര്യം? അതെ, എന്റെ ഭർത്താവ് ഗൾഫിൽ പോയി. അപ്പൊ കേബിൾ ഓഫീസ് നോക്കി നടത്തുന്നത് ഇപ്പൊ ഞാനാ. അമ്പിളി കേബിൾ വിഷൻ? അതന്നെ, അമ്പിളി എന്റെ ഭർത്താവ്. അപ്പഴേ ഞങ്ങക്ക് ജംഗ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അത് നിങ്ങളുടെ പറമ്പിൽ വെക്കാൻ പറ്റുമോന്ന് അച്ഛനോട് ചോദിക്കാൻ വന്നതാ. അച്ഛൻ സമ്മതിച്ചു. സമ്മതിച്ചാ? അതെ, അച്ഛനും അച്ഛന്റെ അനിയനും കേബിൾ കണക്ഷൻ ഫ്രീ ആയിട്ട് കൊടുക്കണം എന്ന് പറയുന്നു. അച്ഛൻ അങ്ങനെ പറഞ്ഞാ? അയ്യോ, അതൊന്നും കുഴപ്പമില്ലടി. നമുക്ക് ചോദിക്കാം. അയ്യോ, ചോദിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞില്ലേ. എന്നാ ചോദിക്കുന്നില്ല, ഒരു ചായെങ്കിലും കുടിക്കാം. അല്ലടി, ഞങ്ങക്ക് പോയിട്ട് വേറെ പണി ഉണ്ടാവും. ചായ കുടിച്ചിട്ട് പോയാ മതി. അശ്ശോ, വേണ്ട, വാടി. കൂട്ടുകാരിനെ ആദ്യമായിട്ട് കാണുന്നില്ലേ കുറെ കാലമായിട്ട്, ചായ കുടിച്ചിട്ട് പോയാൽ വന്നേ.
ഹലോ 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 അംബ്ലിക, ഹലോ 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 അംബ്ലിക, കേൾക്കുന്നുണ്ടോ? ഹലോ, റേഞ്ചിലാഞ്ഞിട്ടാണോ? എന്താടി ഇവിടെ വന്നിരിക്കുന്നേ? ആ എടി, അമ്പിളിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ റേഞ്ച് ഇല്ലാത്തോണ്ടാന്ന് വിചാരിച്ചു ഇവിടെ വന്നതാ. ആ എടി, ഇവിടെ റേഞ്ച് കുറവാടി. ആ അങ്ങനെ പറ, വെറുതെ അല്ല കിട്ടാത്ത. അപ്പാ ചായ എടുത്തു വെച്ചിട്ടുണ്ട്, അത് കുടിച്ചിട്ട് സംസാരിക്കാം. ഒരു സെക്കൻഡ്, അമ്പിളിക്ക് ഇപ്പൊ പാറും വാ ഇങ്ങോട്ട്. ഇപ്പൊ വരാം. അമ്പിളിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലല്ലേ, വിഷമാവും. അതുകൊണ്ടാ. അവളുണ്ട്, അവളുടെ ഒരു അമ്പിളിക്കുണ്ട്. ആ അങ്ങനെ തന്നെ. ഓ പിന്നെ എന്നാലും നിങ്ങളുടെ കല്യാണം ഭയങ്കര ട്വിസ്റ്റ് ആയിപ്പോയി കേട്ടോ. അതൊക്കെ ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയതാടി. എല്ലാരും ഞെട്ടിപ്പോയിടി. എടി, അത് ആ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. കൊള്ളാം. എനിക്ക് എന്തായാലും ഇതിനൊന്നും സമയം കിട്ടിയില്ല. എന്തിന്? പ്രണയിക്കാൻ. എന്താ? എനിക്കൊരു ജോലി വേണമായിരുന്നു. ആ അതിന് മാക്സിമം ട്രൈ ചെയ്തു, ഒരു ജോലിയും കിട്ടി. പിന്നെ പരിചയത്തിലുള്ള ഒരു സുഹൃത്തിനോട് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അവൻ ഓക്കെ പറഞ്ഞു. അവൻ എന്നെ കിട്ടി, ഞാൻ ഇവിടെ വരികയും ചെയ്തു. അത് കൊള്ളാലോ. എന്തായാലും ഇപ്പൊ ഹാപ്പി അല്ലേ? കുഴപ്പമില്ല. പിന്നെ ജോലി ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരു ബഹുമാനമുണ്ട്. അത് ശരിയാ. ഷൈന, നീ 10ാം ക്ലാസ് കഴിഞ്ഞ് ഏതുവരെ പഠിച്ച്? ഞാൻ +2 വരെ പഠിച്ചുള്ളൂ. അതെന്ത് പറ്റി? ഒന്നുമില്ല, അത്ര പഠിക്കാൻ പറ്റുള്ളൂ. ഞാനോർത്ത് നീ പഠിച്ചൊരു ഡോക്ടറായി കാണുമെന്ന്. ഞാൻ ഡോക്ടറോ? അതെ. ഒന്ന് പോളി കൊടുത്തു. ഇപ്പൊ തന്നെ നിന്റെ കേബിൾ ബോക്സ് ഇവിടെ ഒരു കണ്ടീഷനും ഇല്ലാതെ ഇവിടെ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തിരിച്ചെന്തേലും പറഞ്ഞോ? ഇല്ല. എല്ലാ മാസവും സാലറി കിട്ടുമ്പോൾ അതിൽ നിന്ന് അച്ഛനുള്ള പോക്കറ്റ് മണി ഞാനാ കൊടുക്കുന്നത്. പിന്നെ എല്ലാ വെള്ളിയാഴ്ച സിനിമ കാണാനുള്ള ടിക്കറ്റും എടുത്തു കൊടുക്കും. അപ്പൊ അതല്ലേ നീ പറഞ്ഞപ്പോ അച്ഛൻ തിരിച്ചൊന്നും പറയാഞ്ഞേ? അതൊക്കെയാണ് ജോലിയുള്ളതിന്റെ പവർ. തമ്പിച്ചേട്ടാ, 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 അമ്പേട്ടാ, തമ്പിച്ചേട്ടാ. ഷാഹിന മോളാ, പൈസ തരാൻ വന്നോ? ആ മനോഹരനെ കൊടുത്തുവിട്ടാ പോരായിരുന്നോ? ഏയ് അതൊന്നും കുഴപ്പമില്ല, ഞാൻ തന്നെ വരാന്ന് വിചാരിച്ചു. മനോഹരേട്ടാ, അതിങ്ങടുത്തേ. ഈ മാസത്തെ ബില്ല്. ബില്ലോ? ആ ബില്ല്. എന്ത് ബില്ല്? ഈ മാസത്തെ കേബിളിന്റെ ബില്ല്. ഞാൻ കേബിൾ ഓഫീസ് ഏറ്റെടുത്തിട്ടേ ഇത് ആദ്യത്തെ ബില്ല. അത് തമ്പിച്ചേട്ടന് തന്നെ തറന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ടേ വലത് കൈ കൊണ്ട് ഇത് ഐശ്വര്യമായിട്ടൊക്കെ സ്വീകരിച്ചേ. ഓ അങ്ങനെ. അപ്പൊ ജംഗ്ഷൻ ബോക്സ് ഇവിടെ വെക്കണ്ടല്ലേ? ഞങ്ങൾ വെച്ചോളൂ. എവിടെ? ബാലൻ ചേട്ടന്റെ വീട്ടിൽ വെച്ചോളൂ. അതെ തമ്പിച്ചേട്ടാ, പാവങ്ങളെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടെന്ന് കരുതി എന്തോ ആവാന്ന വിചാരം. ഞങ്ങൾക്കേ കുറെ വീടുകൾ ഇനിയും കയറാനുണ്ട്. അതുകൊണ്ട് ആ പൈസ ഇങ്ങ് എടുത്തോണ്ടേ. ആ പിന്നെ എടുക്കുമ്പോഴേ ആ 5000 രൂപയും കൂടെ എടുത്തോയേ. ഇനിയിപ്പോ ജംഗ്ഷൻ ബോക്സ് ഞങ്ങൾ വെക്കുന്നില്ലല്ലോ ഇവിടെ, അതുകൊണ്ട് നമ്മൾ തമ്മിൽ കരാറുമില്ല. അതും കൂടെ ചേർത്ത് 5500 രൂപ. വേഗം ചെന്നെടുത്തോണ്ട് വാ. ഇതാ ബില്ല്. നീ പോയാ പൈസ എടുത്തിട്ട് പണി. അതിന് ഞാൻ നിങ്ങളുടെ പൈസ ഒന്നും തൊടാറില്ലല്ലോ, ചേട്ടൻ തന്നെ പോയി എടുത്തോണ്ട് വന്നാ മതി. നീ ആള് കൊള്ളാലോ. നീ ആദ്യം വന്നപ്പോ ഞാൻ വിചാരിച്ചതേ നീ ഭയങ്കര പാവമാണെന്നാണ്. എന്റെ ചേച്ചി, ഇക്കാലത്ത് പാവമായി ജീവിക്കാൻ പറ്റൂല. ആ ശരിയാണ്. എന്നാലേ ഇത്രയും നാളായിട്ട് ഇങ്ങേരുടെ മുഖം ഇതേമാതിരി ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്റെ കെട്ടിയോനല്ലേ, എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ? എന്തായാലും മോള് പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ? ചായ ഒന്നും വേണ്ട. പഴംപൊരി അങ്ങനെ പ്രകാരം വേണ്ട, പറയുന്നു വേണ്ട. ചായക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ കുടിക്കാട്ടോ. ഇടയ്ക്കൊക്കെ വരണം കേട്ടോ. ഓ പിന്നെ എന്തെങ്കിലും തകരാറുണ്ട് എന്നെ വിളിക്കണം. എന്റെ നമ്പർ അറിയാലോ? തന്നാ മതി, എനിക്കറിയില്ല.
പിന്നെ കേബിളിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. അതെ. മനോഹരേട്ടാ, ആ ബോക്സ് എടുത്ത് ബാലൻചാണ്ട പറമ്പിലേക്ക് വാ, ഞാൻ അവിടെ ഉണ്ടാവേ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ തമ്പിച്ചേട്ടാ. ചേച്ചി ശരി എന്നാ. പെണ്ണിത് എവിടെ പോയി കിടക്കുക? വരാൻ വൈകിയതിനൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? വീട്ടിലത്തെ ആണുങ്ങൾക്കാണെങ്കിൽ ഒരു നോട്ടമില്ല. ബെൽഡാമേട്ടാ,